ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രൊഫറ്റ് ടാരോട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് എനർജികളിലെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. പോസിറ്റീവായിട്ടിരിക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയൂ. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക കേട്ടോ. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, മൈൻഡ്ഫുൾ ആയിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക. നോക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുന്നതും വളരെ നല്ലതാട്ടോ. സിക്സ് ഓഫ് വാൻഡ്സ്, World card, Two of Pentacles, Knave of Wands, Page of Wands, King of Swords, Two of Swords, Queen of Coins or Queen of Pentacles ആണ് ബോട്ടം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നേക്കുന്ന സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ സിക്സ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു സന്തോഷം, വിജയം, ഇതൊക്കെ നിങ്ങളെ തേടി വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതും കൂടെയാണ്. ഒരു റെക്കഗ്നേഷനാണ് കിട്ടുന്നത്, ഒരു പബ്ലിക് റെക്കഗ്നേഷൻ, ലൈം ലൈറ്റിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുക. അതുപോലെ തന്നെ ഒരു നിങ്ങൾ ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ പരീക്ഷയോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അതൊരു സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ അനുമോദനത്തിൽ, അതിൻ്റെ വിജയത്തിൽ നിങ്ങൾ അനുമോദിക്കപ്പെടുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെ കൂടുതലും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളിലൂടെ ആയിരിക്കാം നിങ്ങളിവിടെ അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് നല്ലൊരു പാരൻറ്റിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് ഈ വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ഒരു റെക്കഗ്നേഷൻ കൂടിയാണ് ഇത് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഗുഡ് പാരൻറ്റിങ്ങിനുള്ള ഒരു റെക്കഗ്നേഷൻ കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ അത്രയധികം സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോവേണ്ടി വന്നിട്ടുണ്ടാകും. പലതരം പ്രശ്നങ്ങൾ നിങ്ങളെ ഇതുവരെ അംഗീകരിക്കാത്ത ആളുകൾ പോലും അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരുടെ ഇടയിൽ നിന്നുപോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. വേൾഡ് കാർഡ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് നിങ്ങളോട് ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളവർ പോലും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നു. ദേഷ്യമുള്ളവർ പോലും നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കാനുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. ഇവിടെ സിക്സ് ഓഫ് വാണ്ടും വേൾഡും ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടും സെലിബ്രേഷൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുക. ഇവിടെ നിങ്ങൾ ഒരു ഘോഷയാത്രയിൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ ഒക്കെ പങ്കെടുക്കാനും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനും വിജയികൾക്കുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനൊക്കെ ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ഇതൊരു റീയൂണിയൻ ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ റീയൂണിയൻ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള വ്യക്തിയെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ വരിക. നിങ്ങൾ ആ വ്യക്തി അത്രയും മൂല്യമുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കാണാനും സംസാരിക്കാനും അടുത്തിരുന്ന് സംസാരിക്കാനും കാര്യങ്ങൾ നല്ല രീതിയിൽ പരസ്പരം ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. എന്തായാലും ഒരു സക്സസ് ആണ്. വേൾഡ് കാർഡാണ് അടുത്തത്. അപ്പോൾ വേൾഡ് കാർഡ് ഇവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ചിലർക്ക് ഇവിടെ, അതായത് ഇന്നത്തെ ദിവസം ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളായിരിക്കും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. ഒരു ഡാൻസിങ് ലേഡിയെ പോലെ ഇവിടെ ടാരോ കാർഡ് ജെൻഡർലെസ് ആണ്, പക്ഷേ ഇവിടെ ഒരു ഡാൻസിങ് ലേഡിയെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഫിഗർ ആയിരിക്കാം, പക്ഷെ നിങ്ങളായിരിക്കും അവിടെ ഷൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെ ഉണ്ട്, നിങ്ങൾക്കെതിരെ മോശം പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നവരുണ്ട്, അസൂയപ്പെടുന്നവരുണ്ട്, ഗോസിപ്പുകാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഒരു ഷൈനിങ് സ്റ്റാർ ആവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം അത്രയും നല്ലൊരു എനർജിയാണ്. ചിലർക്ക് ഇതൊരു യാത്രയുടെ കാർഡാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു യാത്ര നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു എയർ ട്രാവൽ ആയിരിക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ് എന്നുള്ളതാണ്. ഒരു ഫേസ് നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമികമായിട്ടുള്ള സൈക്കിൾ എൻഡ് ആവുന്ന ഒരു സമയമാണ്, ഒരു കംപ്ലീഷൻ വരുന്ന സമയമാണ്. ആ ഒരു കംപ്ലീഷൻ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സക്സസ് ഒക്കെ വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എതിരെ ആരൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ
മുന്നിട്ട് നിൽക്കാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാനൊക്കെ പറ്റുന്നൊരു സമയമാണ്. മറ്റുള്ളവർ അംഗീകരിക്കുന്ന സമയമാണ്, യാത്ര വരുന്ന സമയമാണ്, സെലിബ്രേഷൻ പങ്കെടുക്കാൻ പറ്റുന്ന സമയമാണ് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഈ 2 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്, 2 ഓഫ് സോഡ്സും ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ വേണമെന്നൊരു സമയം തീരുമാനിക്കും, അടുത്ത സമയം തന്നെ നിങ്ങൾ വേണ്ടാന്നും തീരുമാനിക്കും. അനാലിസിസ് ആൻഡ് പാരാലിസിസ് ആണ്. അതായത് പല കാര്യങ്ങളും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, രണ്ടും കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഇന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട സമയമാണ്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുക, പിന്നെ അവിടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതുപോലെ നിങ്ങൾ കാര്യങ്ങളെ ഓപ്പൺ അപ്പ് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങൾ എന്താണ് അതും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു 2 ഓഫ് സോഡിലായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം അതിനെ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷെ അതിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ചിന്തകൾ കൊണ്ട് നിങ്ങൾ അതിൽ നെഗറ്റീവ്സിനെ മാത്രം കാണാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാനും വരുന്ന അവസരങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് പറ്റാതാവുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കണം അത് ചെറിയൊരു ഇതാണ്, ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹാർട്ടും കണ്ണും കയ്യും ഒക്കെ ഒരു ഡെഡ് ലോക്കിലിട്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുക. അതുപോലെ തന്നെ ഈ അനിശ്ചിതാവസ്ഥ ഒന്ന് ഇല്ലാതാക്കുക. അതായത് വേണോ വേണ്ടയോ വേണം തീരുമാനിക്കും, വേണ്ട തീരുമാനിക്കും, അതൊന്നും അവസാനിപ്പിക്കേണ്ട സമയമാണ്. അതിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ആ ഒരു ടൈം മാനേജ്മെൻറ്റിലൂടെയും അതുപോലെ തന്നെ പ്ലാനിങ്ങിലൂടെയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്, പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഓപ്പൺ അപ്പ് ആവണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുക കേട്ടോ. 7 ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൽ ഹാർട്ട് ചക്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 2 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് സോഡ്സും ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വരുന്ന അവസരങ്ങളെ നോക്കുക, ഇനിയും ആക്ഷൻ എടുക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കുറേ നാളായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ വരവിനനുസരിച്ചിട്ടുള്ള ചിലവായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ചിലവ് കൂടുതലായിരിക്കും, വരവ് കുറവായിരിക്കും, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. വരവും ചിലവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നൊരു സേവിങ്സും കൂടി മാറ്റി വെച്ച് ചാരിറ്റിയിലേക്കും ചെറിയൊരു പൈസ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിൽ ഒരു പ്ലാനിങ് വേണം എന്നുള്ളത് കൂടിയാണ് കേട്ടോ കൂടുതലായിട്ടും ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലായാലും അതുപോലെ തന്നെ വരവിലും ചിലവിലും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്ലാനിങ് തന്നെ കൊണ്ടുവരണം എന്നുള്ളതും ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശ്രദ്ധിക്കാൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പേജ് ഓഫ് വാണ്ട്സ് ഇവിടെ പറയുന്നത്, അതായത് പേജ് ഓഫ് വാണ്ട് ഇവിടെ നെയ്വ് ഓഫ് വാണ്ടാണ്. ഓക്കെ, അപ്പോൾ പേജ് ഓഫ് വാണ്ട് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ എന്താണ്, ഒരു ഫയറിൻ്റെ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് വളരെ ഉത്സാഹം തോന്നുന്നുണ്ടാവും, എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത്രയും നാൾ മടി പിടിച്ച് നിങ്ങൾ മാറി നിന്നിട്ടുള്ള സമയങ്ങളുണ്ടാവും. അതൊക്കെ മാറിയിട്ട് ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട്, ആ ലേസിനെസ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇന്ന് ആക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു. അതുപോലെ നിങ്ങൾ ഉത്സാഹത്തോടു കൂടി ഇന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ തന്നെ ആയാലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ മാറ്റി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മടിപിടിച്ച് മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഇന്നത്തെ ദിവസം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫയർ എലമെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫയറിൻ്റെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ
കൂടുതൽ എനർജറ്റിക് ആവുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ആ ഒരു ദേഷ്യം ഒന്ന് കുറക്കുക, വേഗത കൂടുതൽ തോന്നാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ലൈഫിലേക്ക് ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വളരെ പാഷനേറ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തേക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു വ്യക്തി വരിക, ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക, ഇതൊക്കെ കൂടിയാണ് ഇവിടെ പേജ് ഓഫ് വാൻസിൽ ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പുതിയ തുടക്കമാണ് എന്നുള്ളതും കൂടിയാണ്. പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനെ കൂടുതലായിട്ട് അഡ്മയർ ചെയ്തുകൊണ്ട് അവിടെ പുതിയ തുടക്കങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞു, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന്, അതും കൂടെ കേട്ടോ. ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവർ കോൾ ചെയ്യുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കിങ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് സോർട്സ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ക്ലാരിറ്റിയോട് കൂടി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്ലാരിറ്റിയോട് കൂടി തീരുമാനങ്ങൾ എടുക്കുക. ഇത്രയും നാളൊരു വ്യക്തത ഇല്ലെങ്കിൽ അവിടെ ഇന്നത്തെ ദിവസം ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, മുഖം നോക്കാതെ നടപടി എടുക്കുക എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു ഇതാണ്. ഇന്ന് ഇമോഷണലി നിങ്ങൾ ആരുമായിട്ടും അത്ര വലിയ അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചിന്തയിൽ തോന്നുന്നത്, ആ ഒരു ഇതിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് നിങ്ങളുടെ ഹൃദയത്തിനല്ല ഇന്ന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ആരോടും ഇമോഷണലി നിങ്ങൾ അറ്റാച്ച്ഡ് അല്ല. നിങ്ങൾ ഇന്നത്തെ ദിവസം കട്ട് ആൻഡ് ത്രോ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് സോർട്സിൽ പറയുന്നത്. ക്ലിയർ ആയിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അവിടെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുകൾ ചിലപ്പോൾ ഒരു മൂർച്ചയേറിയ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ പ്രശ്നമുണ്ടാകാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ഒരു കർമ്മയൊക്കെ വരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ക്യൂൻ ഓഫ് കോയിൻസ് ആണ്, അത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. അതുപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗുഡ് പാരന്റിങ് അതുകൂടിയാണ് ഇവിടെ വരുന്നത്. നർച്ചറിങ് ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുക, അതുപോലെ തന്നെ നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചെടി പരിപാലനം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കുക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാനും അതിൽ നല്ല വാക്കുകൾ കേൾക്കാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള വ്യക്തിയെ നിങ്ങൾ അത്രയും മൂല്യമുള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പുള്ള വ്യക്തികളാണെങ്കിൽ അങ്ങനെയാണ്, നിങ്ങൾ അത്രയും മൂല്യമുള്ളതായിട്ട് നിങ്ങളെ കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ആയിരിക്കും അത്രയും മൂല്യമുള്ളതായിട്ട് കാണുന്നത്. ചിലർക്ക് ഇവിടെ പണം തന്നെയാണ് അത്രയും, അതായത് നിങ്ങൾ ആ ഒരു പണത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. പണത്തെ അത്രയും മൂല്യമുള്ളതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് മറ്റുള്ളവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നു, അവരെ മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് കോയിൻസ് ഓർ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ എത്തൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എത്താറായിട്ടുണ്ട്. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എത്താറായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അത് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തുള്ളൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ട്രസ്റ്റാണ് പ്രധാനം. യെസ്, ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇമോഷണലി ബാലൻസ്ഡ് ആവേണ്ട ഒരു ഇതാണ് എന്നുള്ളതാണ്. ഒരു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാലൻസ് വരുന്നുണ്ട് സ്പിരിച്വാലിറ്റിയുമായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫിസിക്കലുള്ള നീഡ്സും ഒക്കെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ദിവസമാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്ക്
നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യെസ് ആണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഇന്ന് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഏഞ്ചൽസ് ആയിട്ട് തന്നെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. യെസ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തതയോടുകൂടി ഇന്നത്തെ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അവിടെ ഒരു വഴക്കുണ്ടാവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. യെസ്, നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങൾ സംസാരിക്കുക ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലവേഴ്സിൻ്റെ ഗൈഡൻസ് എടുക്കാം. ഹണിമൂൺ ആണ്. ഓക്കെ, എൻജോയ് ദി ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള സമയം നല്ല ഹണിമൂൺ പോലെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഒരുമിച്ചുള്ള സമയം വളരെ സന്തോഷത്തോടു കൂടി ചിലവഴിക്കുക, ഹണിമൂൺ പോലെ മുന്നോട്ട് പോവുക. റിക്കൺസിലേഷൻ ആണ്. ഓക്കെ, പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഒരു അനുരഞ്ജനത്തിനായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അട്രാക്ഷൻ. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻറ്റ് ഫുള്ളി. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ നിമിഷം അതിൻ്റെ ഒരു മാക്സിമം രീതിയിൽ ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ എൻജോയ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു റൊമാൻസും ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ലവും ഒക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ള സമയം എന്ത് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. കിലോ പെൻഡക്കിൾസിൽ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആ ഉള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക, എൻജോയിങ് ആവുക എന്നുള്ളതാണ് കേട്ടോ. പാഷൻ. അലോ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. നിങ്ങൾ പാഷനേറ്റ് ആവാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സന്തോഷം വരുന്ന സമയത്ത് അതിനെ പിടിച്ചടക്കി വെക്കാണ്ട് അതിനെ മാക്സിമം എൻജോയ് ചെയ്യുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, നിങ്ങളുടെ ഹൃദയത്തിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷനേറ്റ് ആവാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും ഒരു പാഷനേറ്റ് ആയിട്ടാണ് ഇവിടെ നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ പാഷനേറ്റ് ആവുന്നു. നിങ്ങൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ വ്യക്തി അഡ്മയർ ചെയ്യുന്നു, വളരെയധികം പാഷനേറ്റ് ആവുന്നു, അവർക്കൊരു നിങ്ങളൊരു നല്ലൊരു വാക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ പോവുക, അല്ലെങ്കിൽ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ആ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ലാസ്റ്റ് കാർഡ് ട്രൂ ലവ്. അപ്പോൾ ഈ ഒരു ലവ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈമിലെ റൊമാൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിനെ മാക്സിമം എൻജോയ് ചെയ്യുക. ഒരു ട്രൂ ലവ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഉള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ടിടത്ത് തീരുമാനങ്ങൾ എടുക്കുക, കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. നല്ലൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.